നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ചന്ദ്രഗിരി പാലത്തിന് സമീപം വാഹനാപകടം. കൊച്ചിയിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം. കാസർഗോട്ട് സായാഹ്ന ധർണ. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിനു നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം. കാസർഗോട്ട് പ്രകടനം. ഗതാഗത കുരുക്കിൽ കാസർഗോഡ്. പഴയ ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് മണിക്കൂറുകളോളം. സുനാമി ദുരന്തത്തെ നേരിടാൻ പരിശീലനം. മോക്ക് ഡ്രിൽ ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പുതിയ പാഠമാവും. ദേശീയ തൊഴിലാളി ദിനം. നാടെങ്ങും വിവിധ പരിപാടികൾ. BMS പ്രവർത്തകർ താളിപ്പടപ്പ് സ്കൂൾ പരിസരം ശുചീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊച്ചിയിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന മീൻ ലോറി ചന്ദ്രഗിരി പാലത്തിന് സമീപം മറിഞ്ഞു. നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ മൺതിട്ടയിൽ ഇടിച്ച ശേഷമാണ് മറിഞ്ഞത്. ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. അപകടത്തിൽ ലോറി ഡ്രൈവർ പഴയങ്ങാടിയിലെ ഷെരീഫിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലോറിയുടെ മുൻഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഷെരീഫ്. കൊച്ചിയിൽ നിന്നും മീനുമായി കാസർഗോട്ട് മാർക്കറ്റിലേക്ക് വരികയായിരുന്നു ലോറി. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം നടന്നത്. KSTP റോഡിൽ സിഗ്നലുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കഴിഞ്ഞയാഴ്ചയാണ് തൃക്കണ്ണാട് വെച്ച് പ്രശാന്ത് എന്ന +1 വിദ്യാർത്ഥി കാറിടിച്ചു മരിച്ചത്. ഇതിനെതിരെ നാട്ടുകാർ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളുമായി രംഗത്ത് വന്നിരുന്നു. KSTP റോഡിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകൾ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജീവനക്കാർ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ഡെമോക്രാറ്റിക് എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങൾ മൂലം മുമ്പെങ്ങുമില്ലാത്ത വിധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം ജനജീവിതം അനുദിനം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് പൊതുവിപണിയിൽ യാതൊരു ഇടപെടലും നടത്താത്ത സാഹചര്യത്തിലാണ് ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സായാഹ്ന ധർണ KPCC സെക്രട്ടറി K. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനവിഭാഗങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന് എത്ര കാലം നമ്മുടെ സംസ്ഥാനത്ത് ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വിലക്കയറ്റത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന BJP അന്ന് UPA ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലുണ്ടായ ആ വിലക്കയറ്റം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കുറയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ BJP രാജ്യത്താകമാനം പ്രചരണം നടത്തിയത്. പക്ഷേ 27 മാസമായിട്ടും അധികാരത്തിൽ വന്നിട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. PV രമേശൻ, V. ദാമോദരൻ, MB കുഞ്ഞുമൊയ്തീൻ, C. സുകുമാരൻ, CP ഉണ്ണികൃഷ്ണൻ, A. ഭുവനേന്ദ്രൻ നായർ, പ്രകാശൻ കരിച്ചേരി, ബാലകൃഷ്ണൻ നമ്പ്യാർ, A. ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് തിരുവനന്തപുരത്തുള്ള സംസ്ഥാന ഓഫീസായ മാരാർജി ഭവന് നേരെ ആക്രമണം ഉണ്ടായത്. ബോംബേറിൽ ഓഫീസിന്റെ ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് കല്ലേറുണ്ടായത്. ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനത്തിന് P. രമേശ്, സുധാമ ഗോസാഡ, രാമപ്പ മഞ്ചേശ്വരം, സതീഷ്, ഹരീഷ് നാലമ്പാടി എന്നിവർ നേതൃത്വം നൽകി. സുനാമി തയ്യാറെടുപ്പ് പരിശീലനത്തിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 8-ന് 11:30 മുതൽ രാത്രി 11:30 വരെയാണ് മോക്ക് ഡ്രിൽ നടത്തുക. 8-ന് പരിശീലനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ലൈറ്റ് ഹൗസ് കടപ്പുറത്ത് തീരത്ത് നിന്ന് 100 മീറ്ററിനുള്ളിൽ താമസിക്കുന്ന എല്ലാ വ്യക്തികളെയും വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കുകയും പ്രസ്തുത സമയത്ത് ചിട്ടയോടുകൂടി ഇത്തരം ഒഴിപ്പിക്കൽ പ്രക്രിയ നടത്താൻ ദുരന്ത പ്രതികരണ സമയത്ത് പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകൾക്കും പൊതുജനങ്ങൾക്കും അവബോധമുണ്ടാക്കുകയും ചെയ്യുകയാണ് സുനാമി തയ്യാറെടുപ്പ് പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ദുരന്ത നിവാരണ അതോറിറ്റി, തീരദേശ പോലീസ്, ദേശീയ ദുരന്ത പ്രതികരണ സംഘം, ആർമി, അഗ്നിശമന രക്ഷാസേന, ലോക്കൽ പോലീസ്, ആരോഗ്യ വിഭാഗം, റവന്യൂ ഉദ്യോഗസ്ഥർ, ഫിഷറീസ് ഉദ്യോഗസ്ഥർ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് തുടങ്ങിയവയുടെ പങ്കാളിത്തത്തോടെയാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്.
ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. മോക്ക് ഡ്രിൽ താലൂക്ക് കൺട്രോൾ റൂം സബ് കളക്ടറുടെ മേൽനോട്ടത്തിലും പരിശീലന സ്ഥലത്തുള്ള രക്ഷാപ്രവർത്തനങ്ങൾ യൂണിഫോം ഓഫീസർമാരിൽ ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥന്റെ നിയന്ത്രണത്തിലും നടത്തും. സംസ്ഥാന ജില്ലാ അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും വിവിധ വകുപ്പുകളുടെ കൺട്രോൾ റൂമുകളും 8-ന് വ്യാഴാഴ്ച രാവിലെ 11:30 മുതൽ രാത്രി 11:30 വരെ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് കോഴിക്കോട്, ആലപ്പുഴ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലാണ് കാസർഗോഡിന് പുറമെ മോക്ക് ഡ്രിൽ നടത്തുന്നത്. ദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി നാടെങ്ങും വിവിധ പരിപാടികൾ. BMSന്റെ ആഭിമുഖ്യത്തിൽ താളിപ്പടപ്പ് സ്കൂൾ പരിസരം ശുചീകരിച്ചു. BMS മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സെപ്റ്റംബർ 17-ന് ദേശീയ തൊഴിലാളി ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് താളിപ്പടപ്പ് സ്കൂൾ പരിസരം ശുചീകരിച്ചത്. BMS ജില്ലാ സെക്രട്ടറി KA ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. BMS കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അനിൽ B. നായർ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ നേതാക്കളായ A. കേശവ, K. നാരായണ, A. വിശ്വനാഥൻ, വിശ്വനാഥ ഷെട്ടി, P. രമേശ്, ശിവപ്രസാദ്, P. ദിനേശ്, K. രതീഷ്, K. റിജേഷ് എന്നിവർ നേതൃത്വം നൽകി. കേരള ഗവൺമെന്റ് കോൺട്രാക്ട് യൂത്ത് വിംഗ് ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 10-ന് ശനിയാഴ്ച മുനിസിപ്പൽ വനിതാ ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ മുഴുവൻ യുവ കരാറുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് 2014 രൂപീകരിച്ച കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് യൂത്ത് വിംഗിന്റെ പ്രഥമ ജില്ലാ സമ്മേളനം സെപ്റ്റംബർ 10-ന് ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ മുനിസിപ്പൽ വനിതാ ഹാളിൽ നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ യൂത്ത് വിംഗിന്റെ പ്രഥമ സമ്മേളനം ഈ വരുന്ന ശനിയാഴ്ച 10-ാം തീയതി കാസർഗോഡ് വനിതാ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. കരാറുകാരും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന സമ്മേളനം ബഹുമാനീയ കാസർഗോഡ് MLA എന്നെ നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് CH മൊയ്തീൻ കുഞ്ഞി ശാപ്പാടി അധ്യക്ഷം വഹിക്കുന്നതാണ്. എന്നെ നെല്ലിക്കുന്ന് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ K. കുഞ്ഞിരാമൻ MLA മുഖ്യപ്രഭാഷണം നടത്തും. M. രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ CH മൊയ്തീൻ കുഞ്ഞി ചാപ്പാടി, MA നാസർ, ജാസിർ ചെങ്കള, നിസാർ കലട്ര, MM നൌഷാദ്, MT നാസർ, റസാഖ് ബെദിര, മാർക്ക് മുഹമ്മദ് അലി, ബോസ് ഷെരീഫ്, CL അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. ജില്ലാ സാക്ഷരതാ മിഷൻ ലോക സാക്ഷരതാ ദിനത്തിൽ പരിസ്ഥിതി സാക്ഷരതാ സെമിനാർ സംഘടിപ്പിക്കും. സെമിനാറിന്റെ ഭാഗമായി സാക്ഷരതാ സർട്ടിഫിക്കറ്റ് വിതരണവും ആദരിക്കൽ ചടങ്ങും നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 8-ന് വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് പരിസ്ഥിതി സാക്ഷരതാ സെമിനാർ സംഘടിപ്പിക്കുന്നത്. സെമിനാറിന്റെ ഉദ്ഘാടനം P. കരുണാകരൻ MP നിർവഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ അറിയിച്ചു. ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൻ്റെ ഉദ്ഘാടനവും നാളെ ഔപചാരികമായ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ച് ബഹുമാനായ പാർലമെൻറ്റ് മെമ്പർ P. കരുണാകരൻ MP നിർവഹിക്കുകയാണ്. 4, 7, 10 ഇപ്പോൾ 12 കൂടി. ഇതിനകത്ത് ഹയർ സെക്കൻഡറിയിൽ കന്നഡക്കാർക്ക് കൂടി ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുവരെ ഹയർ സെക്കൻഡറിക്ക് കന്നഡ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പദ്ധതിയിൽ കന്നഡ മേഖലയിൽ കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രത്യേക ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്, ധനത് ഫണ്ട്. അപ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നിലയിൽ ഈ ഹയർ സെക്കൻഡറി മേഖലയിലുള്ള തുല്യത പഠനം ഗംഭീരമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുതിർന്ന തുല്യതാ പഠിതാക്കളെയും സാക്ഷരതാ പ്രവർത്തകരെയും അധ്യാപകരെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ആദരിക്കും. ഡോക്ടർ EB ബൈജു മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്, സുഫൈജ് ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസത്തിന്റെ തിരക്കിനിടയിലും നന്മ തന്നെ ജീവിതം. റിയാദ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ 2ാമത്തെ ബൈത്തുറഹ്മയും പൂർത്തിയായി. ബൈത്തുറഹ്മയുടെ താക്കോൽദാനം ഈ വരുന്ന 11-ന് വൈകിട്ട് 4 മണിക്ക് മഞ്ചേശ്വരത്ത് നടക്കും. പ്രവാസത്തിന്റെ തിരക്കിനിടയിലും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ മനസ്സും ശരീരവും സമർപ്പിക്കുന്ന റിയാദ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ കാരുണ്യ വഴിയിലെ ഒടുവിലത്തെ നന്മയുടെ അടയാളമാണ് ഒസങ്കടി അങ്കടിപ്പതവ് ശാന്തിനഗർ കോളനിയിലെ ബൈത്തുറഹ്മ. തലചായ്ക്കാൻ ഒരിടമില്ലാതെ മറ്റൊരാളുടെ വീടരികിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വെട്ടി താമസിച്ചിരുന്ന അബ്ദുറഹ്മാന്റെ കുടുംബത്തിനാണ് പുതിയ ബൈത്തുറഹ്മ നിർമ്മിച്ചു നൽകുന്നത്. അബ്ദുറഹ്മാന്റെ കുടുംബത്തിന്റെ ദയനീയ കഥ ആരുടെയും കരളലിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട KMCC പ്രവർത്തകർ സഹായ ഹസ്തവുമായി മുന്നോട്ട് വരികയായിരുന്നു. ഇതോടെ മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന ബൈത്തുറഹ്മയുടെ എണ്ണം 2ആയി. ബൈത്തുറഹ്മയ്ക്ക് പുറമെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്.
പ്രവർത്തകരുടെയും നാട്ടിലെ നേതാക്കളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനമാണ് രണ്ടാമത്തെ ബൈത്തുറഹ്മയും യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചതെന്ന് റിയാദ് KMCC കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് തോട്ട പറഞ്ഞു. രണ്ടാമത്തെ ബൈത്തുറഹ്മ മഞ്ചേശ്വരം പഞ്ചായത്തിലെ വളരെ നിർധരരായി കഴിയുന്ന ഇവിടുത്തെ ഈ കുടുംബത്തിന് നൽകുവാൻ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പെരുന്നാളിൻ്റെ തലേ ദിവസം അവർക്ക് താക്കോല് കൈമാറണം എന്ന വളരെ സന്തോഷകരമായ ആഗ്രഹം. ബൈത്തുറഹ്മയുടെ താക്കോൽദാനം സെപ്റ്റംബർ 11 വ്യവസായ പ്രമുഖൻ അബ്ദുൽ ലത്തീഫ് ഒപ്പളഗേറ്റ് നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുപരിപാടി PB അബ്ദുറസാഖി MLA നിർവഹിക്കും. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ റിയാദ് KMCC കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് തോട്ട അധ്യക്ഷത വഹിക്കും. നിർമ്മാണ കമ്മിറ്റി കോർഡിനേറ്റർ AK മഷബ് സ്വാഗതം പറയും. അൽ ഫലാഹ് ഹജ്ജ് ഉംറ ഗ്രൂപ്പിന്റെ അവസാന ഹജ്ജ് സംഘവും പുറപ്പെട്ടു. ആത്മീയത നിറഞ്ഞ ചടങ്ങിൽ മംഗലാപുരം MLA മൊയ്തീൻ ഹബ്ബ യാത്രാ സംഘത്തെ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ വർഷം ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകരെ കൊണ്ടുപോയ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് എന്ന ബഹുമതി കരസ്ഥമാക്കിക്കൊണ്ടാണ് അൽ ഫലാഹ് ഹജ്ജ് ഉംറ ഗ്രൂപ്പിന്റെ അവസാന സംഘം കഴിഞ്ഞ ദിവസം യാത്ര പുറപ്പെട്ടത്. 3 ബാച്ചുകളിലായി 200ഓളം ഹാജിമാരാണ് അൽ ഫലാഹ് വഴി ഹജ്ജിന് പോയത്. അൽ ഫലാഹ് ഹജ്ജ് ഉംറ ഗ്രൂപ്പിന്റെ അവസാന സംഘത്തെ മംഗലാപുരം MLA മൊയ്തീൻ ബാബ ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ബാച്ചുകളിലായി 200ഓളം ഹാജിമാരാണ് അൽ ഫലാഹ് വഴി ഹജ്ജിന് പോയത്. മികച്ച സേവനവും നല്ല യാത്രയും കൊണ്ട് ഇതിനകം തന്നെ ശ്രദ്ധേയമായ അൽ ഫലാഹ് വഴി നിരവധി തീർത്ഥാടകരാണ് മക്കയും മദീനയും സന്ദർശിച്ചത്. ട്രാഫിക്കിൽ കുരുങ്ങി കാസർഗോഡ്. കാസർഗോട്ടെ ദുസ്സഹമായ ട്രാഫിക് സംവിധാനത്തെക്കുറിച്ചുള്ള പ്രത്യേക വാർത്താ പരമ്പര. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി പഴയത് തന്നെ. കാസർഗോട്ടെ ഏറ്റവും വലിയ അങ്ങാടിയായ പഴയ ബസ് സ്റ്റാൻഡ് പാർക്കിംഗ് സൗകര്യമില്ലാതെ വലയുന്നു. ഞങ്ങളുടെ ക്യാമറ കണ്ണ് ആദ്യം നീണ്ടത് ജനറൽ ആശുപത്രിക്ക് സമീപത്തെ ടാക്സി സ്റ്റാൻഡിലേക്കാണ്. ടാക്സി സ്റ്റാൻഡ് എന്നത് വെറും പേരു മാത്രം. അവിടെ നിറയെ സ്വകാര്യ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. ഓരോ ദിക്കിലും ഇതുതന്നെയാണ് അവസ്ഥ. നഗരത്തിലേക്ക് എത്തുന്ന ആളുകൾ കടകൾക്കും സ്ഥാപനങ്ങൾക്കും മുന്നിൽ വാഹനങ്ങൾ നിർത്തി അവരുടെ പാട്ടിന് പോകുന്നു. ചിലപ്പോൾ അത് റോഡ് പോലും കയ്യേറും. പുലിക്കുന്ന് മുതൽ തായലങ്ങാടി ട്രാഫിക് സിഗ്നൽ വരെ വാഹനം നീങ്ങണമെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കുന്നു. എത്ര കാലമായി ഇത് ഒരു മനുഷ്യന് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഈ ഒരു ട്രാഫിക് ജംഗ്ഷനില്ല. ഇതിന് പുറമെ നഗരത്തിലെത്താൻ ഒന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ 1 മണിക്കൂറെങ്കിലും വേണം. 1 മണിക്കൂർ 2 മണിക്കൂർ ഞങ്ങൾ ഈ ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് ഇവിടെ കാത്തിരിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ എവിടെ പോകാൻ പറ്റില്ല. ഇപ്പോൾ കല്യാണത്തിന് കാനത്തിന് അസർ വാങ്ങി കൊടുക്കുമ്പോൾ അവിടെ എത്താൻ വേണ്ടി പറഞ്ഞ് ഇപ്പോൾ 5, 6, 5 മണിയായും 6 മണിയായിട്ട് ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് ജനം എത്താത്ത അവസ്ഥയുണ്ടാകുമെന്ന് മുളിയാർ പുഞ്ചിരി ക്ലബ്ബ് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. ഇതിന് ജനപ്രതിനിധികൾ കൂട്ടായി നിൽക്കണം. ഇതിനെ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ജനപ്രതിനിധികളുടെ കൂട്ടായ്മ അനിവാര്യമാണ്. ജനങ്ങൾ ഒന്നിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാത്ത ഒരു സാഹചര്യത്തിൽ ഏറെ വിഷമിക്കുന്നത് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് അവർക്ക് ആംബുലൻസ് പോകുമ്പോൾ പോലും ഒരു വഴി കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് കാസർഗോഡുള്ളത്. ഇതിനൊരു പരിഹാരം കാണണ്ടേ? ഈ തിരക്കിനെ ഇപ്പം ഓണാഘോഷം നടക്കുകയാണ്, പെരുന്നാൾ ആഘോഷം നടക്കുകയാണ്. കാസർഗോട്ടേക്ക് ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തുകയാണ്. നടന്നു പോകാൻ പോലും കാസർഗോഡ് സൗകര്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ട്. ഇതിന് ബന്ധപ്പെട്ട ആളുകൾ പരിഹാരം കാണണം. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന പേ പാർക്കിംഗ് സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് കാലം കുറേയായി. പക്ഷേ വെറും വാക്ക് മാത്രമായി മാറുകയാണ്. ഇതാണ് കാസർഗോഡിൻ്റെ അങ്ങാടി എന്നറിയപ്പെടുന്ന പഴയ ബസ് സ്റ്റാൻഡ്. ഇവിടെ വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സംവിധാനങ്ങളൊന്നുമില്ല. ഓട്ടോറിക്ഷകൾക്കും ടാക്സികൾക്കും പാർക്കാനുള്ള സ്ഥലങ്ങളിൽ പ്രൈവറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. പ്രൈവറ്റ് വാഹനങ്ങൾക്കാകട്ടെ നഗരത്തിലെത്തിയാൽ മറ്റൊരിടവുമില്ല. ഇതാണ് കാസർഗോഡിൻ്റെ അവസ്ഥ. കാസർഗോഡ് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകളും നടന്നു. ബോവിക്കാനം സൗപർണിക ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സഹകരണ കാർഷിക ബാങ്ക് പ്രസിഡന്റ് സോളമൻ അലക്സ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് സംസ്ഥാന സഹകരണ കാർഷിക ബാങ്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സോളമൻ അലക്സിനെ നെല്ലിക്കുന്നി MLA ആദരിച്ചു. തുടർന്ന് വായ്പാരംഗത്ത് കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ പ്രസക്തി, ഭേദഗതി ചെയ്ത സഹകരണ നിയമം എന്നീ വിഷയങ്ങളിൽ സെമിനാറും നടന്നു. കൂടാതെ കാർഷിക സഹകരണ രംഗത്തെ പ്രമുഖരായ ബാലകൃഷ്ണ വോർക്കുടലു, KP നാരായണൻ, K രവീന്ദ്രൻ, K സന്തോഷ് ഷെട്ടി, മികച്ച കർഷകരായ മഹാലിംഗ ഭട്ട് നീർച്ചാൽ,
TP ജോസഫ്, ഷീറാംപട്ട് എന്നിവരെയും ആദരിച്ചു. കാസർഗോഡ് പ്രാഥമിക സഹകരണ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് K. നീലകണ്ഠൻ, KP കുമാരൻ നായർ, അപർണ പ്രതാപ്, AV അനിൽകുമാർ, ബാലകൃഷ്ണ വോർക്കുടൂരു, AC ജോസ് എന്നിവർ സംസാരിച്ചു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ചെറുവത്തൂരിൽ നടന്നു. മുൻ തൃക്കരിപ്പൂർ MLA K. കുഞ്ഞിരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജാതിമത രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി വയോജനങ്ങളുടെ ക്ഷേമം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ വയോജന സംഘടന എന്ന് വിശേഷിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ ഫ്രണ്ട് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷൻ ചെറുവത്തൂർ കോവലിലെ AUP സ്കൂളിലാണ് നടന്നത്. ജില്ലാ പ്രസിഡന്റ് കൂത്തൂർ കണ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അമരവിള രാമകൃഷ്ണൻ നായർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. കുഞ്ഞുകണ്ണൻ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി V. രാഘവൻ സ്വാഗതം പറഞ്ഞു. പാലക്കാട് നടക്കുന്ന സംസ്ഥാന കൺവെൻഷന് മുന്നോടിയായാണ് ജില്ലാ കൺവെൻഷൻ നടന്നത്. തെരുവ് നായയുടെ ശല്യങ്ങളിൽ നിന്നും നാടിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് SDPIയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തെരുവു നായ്ക്കളെക്കാളും മനുഷ്യജീവനാണ് മുഖ്യമെന്ന ആഹ്വാനത്തോടെയാണ് SDPI പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയത്. മഞ്ചേശ്വരം, മീഞ്ച, മംഗൽപാടി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തെരുവു നായ്ക്കളുടെ ശല്യം അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം സംഘടിപ്പിച്ചത്. പ്രതിഷേധം മഞ്ചേശ്വരം മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാണെങ്കിലും ഇതിനുള്ള നടപടിയെടുക്കാതെ നിങ്ങൾ കാണുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ പോത്ത് തിന്നുന്നതിന്റെ പേരിൽ മനുഷ്യനെ കുത്തിക്കൊള്ളുന്ന, അടിച്ചുകൊള്ളുന്ന സംഭവങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അതേ രീതിയിൽ കേരളത്തിൽ വന്നാൽ തെരുവുനായികൾ കടിച്ച് കൊല്ലുന്ന സംഭവങ്ങൾ കണ്ടിട്ട് പോലും ഈ രാജ്യത്തിൽ, ഇന്ത്യ രാജ്യത്തിൽ മനുഷ്യന് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത സംഭവങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. മഞ്ചേശ്വരം രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച ജാഥയ്ക്ക് മജീദ് പാവല, അൻസാർ, അബ്ദുൾ ലത്തീഫ് മച്ചമ്പാടി, താഹദുദ്യാവര, ഇക്ബാൽ ഹൊസങ്കടി, അവീദ് കടപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. മീപ്പുഗിരിയിലെ കുഞ്ഞിപ്പ സുലൈമാന്റെ മകൻ CA അബ്ദുറഹീം നിര്യാതനായി. 86 വയസ്സായിരുന്നു. ഭാര്യ ഖദീജ. അബ്ദുൾ റസാഖ്, താജുദ്ദീൻ, അസ്ബർ, സീനത്ത്, ജലീഫ, ഷമീമ എന്നിവർ മക്കളാണ്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. ജില്ലാതല ശില്പശാല കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. നഗരസഭാ ചെയർമാൻ VV രമേശൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അധ്യാപകന്മാരും മറ്റു ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ ഈ വിഷയങ്ങൾ സംസാരിക്കും. ഏതായാലും കേരളത്തിൽ പൊതുവെ ആളുകളെല്ലാം വലിയ സന്തോഷത്തിലാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു പ്രതീക്ഷ കേരളം കാണുകയാണ്. അതിലേറ്റവും പ്രധാനമാണ് വിദ്യാഭ്യാസം. ജില്ലാ പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷനായി. സംസ്ഥാന നിർവാഹക സമിതി അംഗം K. രാഘവൻ, PK. ജയരാജ്, DDE മഹാലിംഗേശ്വര രാജ്, ഡോക്ടർ PV കൃഷ്ണകുമാർ, K. രവിവർമ്മൻ, KP പ്രകാശ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പൊതുചർച്ചയിൽ P. ദിലീപ് കുമാർ, AK. സദാനന്ദ, C. ശാന്തകുമാരി, AR. വിജയകുമാർ, KG. ഗീതാകുമാരി, K. സുജാത, P. രവീന്ദ്രൻ, P. ബാബുരാജ്, NK. ലസിത, TV. ഗംഗാധരൻ, A. പവിത്രൻ, K. ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ചന്ദ്രഗിരി പാലത്തിന് സമീപം വാഹനാപകടം. കൊച്ചിയിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം. കാസർഗോട്ട് സായാഹ്ന ധർണ. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിനു നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം. കാസർഗോട്ട് പ്രകടനം. ഗതാഗത കുരുക്കിൽ കാസർഗോഡ്. പഴയ ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് മണിക്കൂറുകളോളം.
സുനാമി ദുരന്തത്തെ നേരിടാൻ പരിശീലനം. മോക്ക് ഡ്രിൽ ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പുതിയ പാഠമാവും. ദേശീയ തൊഴിലാളി ദിനം. നാടെങ്ങും വിവിധ പരിപാടികൾ. BMS പ്രവർത്തകർ താളിപ്പടപ്പ് സ്കൂൾ പരിസരം ശുചീകരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.